ഗൂഗിൾ, ഗൂഗിൾ ക്ലൗഡ്, യൂട്യൂബ്, പെർപ്ലെക്സിറ്റി, അഡോബ് ഉൾപ്പെടെ ലോകത്തെ ടെക് ജയന്റ്സ് ഇവിടെയെല്ലാം തലപ്പത്ത് ഇന്ത്യക്കാരാണ്. അതെ, സിലിക്കൺ വാലിയിൽ ഇന്ത്യക്കാരുടെ മേൽക്കൈ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചൈ, ഗൂഗിൾ ക്ലൗഡ് സിഇഒ തോമസ് കുര്യൻ, മൈക്രോസോഫ്റ്റ് തലപ്പത്ത് സത്യ നാദല്ല, ആപ്പിൾ സിഇഒ ആയി വന്നത് സാബിക് ഖാൻ, പെർപ്ലെക്സിറ്റിയിൽ സിഇഒ ആയി അരവിന്ദ് ശ്രീനിവാസ്, അഡോബിൽ ശാന്തനു നാരായൺ, IBMൽ അരവിന്ദ് കൃഷ്ണ, യൂട്യൂബിന്റെ തലപ്പത്ത് നീൽ മോഹൻ, ഫെഡെക്സിൽ രാജ് സുബ്രഹ്മണ്യം. ലിസ്റ്റ് അങ്ങനെ നീളുന്നു. ടോപ്പ് ടെക് കമ്പനികളിൽ ഉയർന്ന പോസ്റ്റുകളിൽ എങ്ങനെ ഇന്ത്യക്കാർ ഇടം നേടുന്നു? ഇന്ത്യ ജനസംഖ്യയിൽ ചൈനയ്ക്ക് തൊട്ടു പിന്നിലുള്ള രാജ്യം. വികസ്വര രാജ്യമായതിനാൽ തന്നെ മിനിമം റിസോഴ്സസിൽ നിന്ന് മികച്ച റിസൾട്ട് അല്ലെങ്കിൽ പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇന്ത്യക്കാർക്കാകും. ടെൻഷൻ, കോമ്പറ്റീഷൻ, സ്ട്രെസ്ഫുൾ എൻവയോൺമെന്റ്, ഇങ്ങനെ പ്രതികൂല സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാനുള്ള കഴിവ് ഇന്ത്യക്കാർക്കുണ്ട്. ഒരു പരിധിവരെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിൽ പോലും ഇന്ത്യയിലെ സാമൂഹ്യാവസ്ഥ പൗരന്മാരെ അതിനായി പാകപ്പെടുത്തുന്നുണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെന്നതും ഗണിതം, ശാസ്ത്രം എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ള പഠനരീതിയാണ് ഇന്ത്യയിലേതെന്നതും എടുത്തു പറയേണ്ട പ്ലസ് പോയിന്റ്സ് ആണ്. സ്റ്റെം, സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്സ്, ഇതാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറ. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്നോ IITയിൽ നിന്നോ ബിരുദം, പിന്നീട് വിദേശത്തേക്ക് പറക്കുന്നു. അവിടെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം, പിന്നീട് അവിടെ ജോലി. ഇതാണ് മിക്ക എഞ്ചിനീയർമാരുടെയും പാത. ഇതേ പാത പിന്തുടർന്നെത്തിയവർ തന്നെയാണ് ഈ സിഇഒമാരും. IITകളിലേക്കുള്ള പ്രവേശന പരീക്ഷകൾ തന്നെ ഒരു കടമ്പയാണെന്നതും ഓർക്കണം. ഇന്ത്യയിലെ വിവിധ IITകളിൽ പഠിച്ചിറങ്ങിയതിൽ ഭൂരിഭാഗം പേരും സോഫ്റ്റ്വെയർ രംഗത്ത് വലിയ പൊസിഷനുകളിലാണ്. കണക്കുകൾ പ്രകാരം ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ H1B വിസ നേടുന്നത്. അമേരിക്കയിലേക്ക് എത്തുന്ന മറ്റ് രാജ്യക്കാരുടെ കണക്ക് പരിശോധിച്ചാൽ ചൈനയിൽ നിന്നുള്ള 80% വിദ്യാർത്ഥികളും US പഠനത്തിനു ശേഷം തിരികെ ചൈനയിലേക്ക് പോകുന്നു, സ്വന്തമായി ബിസിനസ് തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങിയതാണ് അലിബാബ, WeChat ഒക്കെയും. പക്ഷേ ഇന്ത്യക്കാർ കൂടുതലും അമേരിക്കയിൽ തന്നെ തുടരാനാണ് ശ്രമിക്കുന്നത്. കൂടുതൽ ശമ്പളം, മികച്ച സാമൂഹ്യാവസ്ഥ, ഇതൊക്കെയും വിദേശത്തു തന്നെ തുടരാൻ അവരെ പ്രേരിപ്പിക്കുന്നു. പക്ഷേ അമേരിക്കൻ ജീവനക്കാർക്ക് കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ ശമ്പളം ഇന്ത്യക്കാർക്ക് കൊടുത്താൽ മതിയാകുമെന്നതും വർക്ക് ലൈഫ് ബാലൻസ് മറ്റു രാജ്യക്കാരേക്കാൾ ഇന്ത്യക്കാർക്ക് കുറവാണെന്നതും കമ്പനികൾ മുതലാക്കുന്നുമുണ്ട്. മറ്റൊന്ന്, അവസരങ്ങളെ കൃത്യമായി ഉപയോഗിക്കാൻ, മാക്സിമം ഉപയോഗിക്കാൻ ഇന്ത്യക്കാർക്ക് അറിയാം എന്നതാണ്. പെട്ടെന്ന് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കാനും ഇന്ത്യക്കാർക്ക് കഴിയും. പൊതുവെ ഇത് ഇന്ത്യൻ DNA-യിൽ ഉണ്ട് എന്നാണ് വിദേശ രാജ്യങ്ങളിലുള്ളവർ പോലും പറയുന്നത്. വർക്ക് എത്തിക്സ്, എത്ര നേരം വേണമെങ്കിലും വീക്കെൻഡിൽ പോലും വർക്ക് ചെയ്യാൻ മറ്റു രാജ്യക്കാരെ അപേക്ഷിച്ച് ഇന്ത്യക്കാർ തയ്യാറാണ്. ഹാർഡ് വർക്ക്, വർക്ക് എത്തിക്സ്, ഇത് രണ്ടും ആവോളമുണ്ട്. പിന്നൊരു കാര്യമുണ്ട്, ഇന്ന് CEO പോസ്റ്റിലും ഉയർന്ന പോസ്റ്റുകളിലുമുള്ള ഇന്ത്യക്കാർ പെട്ടെന്നൊരു ദിവസം അവിടെ എത്തിയതല്ല. ഈ കമ്പനികളിൽ തന്നെ വർഷങ്ങളായി ജോലി ചെയ്തവരാണ്. താഴെ തട്ടുകളിലുള്ള പോസ്റ്റുകളിൽ നിന്ന് പ്രയത്നം കൊണ്ട് വലിയ പദവികൾ നേടിയെടുത്തവരാണ് ഇവരെല്ലാം.